മഴക്കെടുതിയിൽ KSEBിക്ക് കനത്ത നാശനഷ്ടം. 257 ഹൈ ടെൻഷൻ പോസ്റ്റുകളും 2505 ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു. 26,89,00,000 രൂപ നഷ്ടം റിപ്പോർട്ട് ചെയ്തു. വൈദ്യുതി തകരാർ സംഭവിച്ചത് 7,12,679 ഉപഭോക്താക്കൾക്കാണ്. 5,39,976 കണക്ഷനുകൾ പുനഃസ്ഥാപിച്ചു. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ഉണ്ട്. ഹാൻസ്, മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ നഷ്ടങ്ങളുടെ വലിയ കണക്കാണ് വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അഖില, സംസ്ഥാനത്ത് ഔദ്യോഗികമായി ഇന്നാണ് മൺസൂൺ കാലം ആരംഭിക്കുന്നത്. പക്ഷേ ഇതിനു മുൻപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇത് പ്രധാനമായും നഗരപ്രദേശങ്ങളിലും അതിനോടൊപ്പം തന്നെ ജില്ലയുടെ മലയോര മേഖലകളിലും എല്ലാം തന്നെ വ്യാപക മഴയും അതിനോടൊപ്പം തന്നെ നാശനഷ്ടങ്ങളും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ KSEB ഇത്തരത്തിലുള്ളൊരു കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. അഖില നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 257 ഹൈ ടെൻഷൻ പോസ്റ്റുകളും അതിനോടൊപ്പം 2505 ലോ ടെൻഷൻ പോസ്റ്റുകളും ഇതിനോടകം തകർന്നിട്ടുണ്ട്. ലഭ്യമായ കണക്കുകൾ വെച്ചിട്ടാണ് ഇപ്പോൾ ഏകദേശം 26,89,00,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. ഇതിൽ ഏകദേശം 7 ലക്ഷത്തോളം ഉപഭോക്താക്കൾക്ക് വൈദ്യുത തകരാർ സംഭവിച്ചിട്ടുണ്ട്. 5 ലക്ഷത്തോളം പേരുടെ മാത്രമാണ് കണക്ഷനുകൾ ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇനിയും ഏകദേശം 1.5 ലക്ഷത്തിലധികം ആളുകളുടെ കണക്ഷനുകൾ വീണ്ടും പുനഃസ്ഥാപിക്കാനുണ്ട് എന്നാണ് KSEB നൽകുന്ന വിവരം. ഇതിപ്പോൾ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ, പക്ഷേ ഇനി വരും ദിവസങ്ങളിലാണെങ്കിലും ഈ കണക്കുകൾ ഉയരാനുള്ള സാധ്യതയാണുള്ളത്. കൂടാതെ തന്നെ മറ്റ് കണക്ഷനുകൾ ഇപ്പോഴും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള വ്യാപകമായ ശ്രമം നടക്കുന്നുണ്ടെന്നും KSEB അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഉപഭോക്താക്കൾക്ക് ഏത് സമയവും തങ്ങളുടെ പരാതികളും വൈദ്യുത തടസ്സവും അറിയിക്കാനായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂമും KSEB സജ്ജമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ഇലക്ട്രിക്കൽ സർക്കിളിന്റെ പരിധിയിലാണ് ഈ കൺട്രോൾ റൂം വരുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള വൈദ്യുതി സംബന്ധമായ അപകടമോ അപകട സാധ്യതയോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഈ വിവരം ഈ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു ടോൾ ഫ്രീ നമ്പറും KSEB സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ വൈദ്യുതി തടസ്സം സംബന്ധിച്ച വിവരങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കണമെങ്കിൽ KSEBയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി തങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഈ വിവരങ്ങൾ ലഭ്യമാകുമെന്നും KSEB അറിയിച്ചിട്ടുണ്ട്. അഖില, ശരി, വലിയ നാശനഷ്ടമാണ് KSEBക്ക് ഉണ്ടായിട്ടുള്ളത്. കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഹാൻസ് ജോൺ നൽകിയത്.